ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാക്കറോണി പോള. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടീ ടൈം സ്നാക്കാണിത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാനും പറ്റിയ ഐറ്റമാണ്. ചായയുടെ നേരത്ത് ഇത് വളരെ നല്ലതാണ്. ഇനി രാവിലെ എണീറ്റ് പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതും ആവാം. വളരെ കുറവ് ചേരുവകളുള്ളൂ. മാക്കറോണി വീട്ടിലിരിപ്പുണ്ടോ, കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ്റെ പകരം നമുക്ക് ചെമ്മീൻ, മീൻ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് മാക്കറോണി വേണം. മാക്കറോണി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരം പാസ്ത. ഏറ്റവും നല്ലത് ഈ ഓർഡിനറി ആയിട്ടുള്ള പാസ്റ്റയാണ്, ഈ ഷേപ്പിൽ ഇങ്ങനെ നിന്ന് കിട്ടാൻ വേണ്ടി. മാക്കറോണി 2.5 കപ്പ് മാക്കറോണി നമ്മൾ ആവശ്യത്തിന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. പാക്കേജ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി. പക്ഷെ മാക്കറോണി കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഉപ്പിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതുപോലെ ഒരുപാട് സോഫ്റ്റായി പോകരുത്, കുറച്ച് ആ ഒരു കടി ബാക്കി നിൽക്കണം. അതിനെ ആൽഡെൻറ്റെ എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പീസസ് ആയിട്ട്. 250 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം. 2 സവാള ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ ഇഞ്ചി, 2 ടീസ്പൂൺ വെളുത്തുള്ളി, ഇത് രണ്ടും കൊത്തിയരിഞ്ഞത്, പിന്നെ പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിന് പാകത്തിന് അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. എണ്ണ ചൂടായി നമുക്ക് എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പച്ചമണം ഒക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ആ മൂത്ത മണം വരുമ്പോൾ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് എൻ്റെ ചിക്കൻ വന്നു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ. നന്നായി കഴുകി ചെറിയ ചെറിയ കഷ്ണമായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരുന്നു, വെള്ളം കളഞ്ഞ്. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഡിഷസിന് ഞാൻ എന്താണെന്ന് ചെയ്യാറ്, അടുത്ത ദിവസം ഉണ്ടാക്കാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ തലേന്ന് വല്ല ചിക്കൻ കറി ഉണ്ടാക്കുന്ന ദിവസം ചിക്കൻ ബ്രസ്റ്റിൻ്റെ പോർഷൻ എടുത്തിട്ട് അതിൽ നിന്നൊന്ന് കുറച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ ഒരു കുട്ടികൾക്കൊരു സ്നാക്കും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാതാൽ എപ്പോഴും എല്ലാം എളുപ്പമാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്യണം. ആ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി വെന്ത് കിട്ടണം. എന്നാലും കൂടുതൽ നേരിട്ട് വേവിക്കരുത്. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ചിക്കൻ ബ്രസ്റ്റ് കൂടുതൽ നേരം കുക്ക് ചെയ്യും. ചിക്കൻ ബ്രസ്റ്റാണ് ഏറ്റവും സ്പീഡിൽ കുക്കാവുന്ന പോർഷൻ ഈ ചിക്കൻ്റെ. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടി ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തിരുന്നു മീറ്റ് മസാലയുടെ റെസിപ്പി, അതും ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത് മീറ്റ് മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാല ഉപയോഗിക്കാം. ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ മീറ്റ് മസാലയിൽ തന്നെ ഉപ്പുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം കുറച്ചും കൂടി ചേർക്കാൻ. പാകത്തിന് ഉപ്പിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ പോലെ ആയി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം കുറച്ച് നാരങ്ങനീരും മല്ലിയില കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ മാക്രോണി വേവിച്ച പാത്രത്തിൽ നമുക്ക് 5 മുട്ട പൊട്ടിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായി പതിപ്പിച്ചെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർക്കാം.
വേവിച്ച് വെച്ച മാക്രോണി നമ്മളിപ്പോൾ ഈ ഇതിലേക്ക് ചേർക്കാൻ പോകണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മിക്സ്ചർ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നാവിൻ്റെ തുമ്പത്തൊന്ന് വെച്ച് നോക്കൂ ഉപ്പ് പാകത്തിനുണ്ടോയെന്ന്. ഉപ്പ് ഇല്ലെങ്കിൽ പോള ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ അത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു കേക്ക് പാൻ ഇതുപോലെ ഉപയോഗിക്കാം. ഞാൻ അതിൽ വാഴയില അടിയിൽ ഇങ്ങനെ ലേ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ടൊന്ന് പരട്ടി കൊടുക്കാൻ പോവാണ്. ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. സൈഡിലും കുറച്ച് നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മാക്കറോണിയുടെ ആ മിക്സ്ചർ ആഡ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഫേംലി പാക്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പം ഏറ്റവും ചെറിയ തീയാണ് വെച്ചേക്കണം. ഏറ്റവും ചെറിയ ബേണറിൽ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് സൈഡിൽ കൂടി കുറച്ചും കൂടി നെയ്യൊന്ന് ഇറ്റിച്ച് കൊടുക്കണുണ്ട്. ആ സൈഡൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഗോൾഡൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഞാൻ കുറച്ച് ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ സന്തോഷമാവും ചീസ് കണ്ടാൽ. അതുകൊണ്ട് അത് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ നല്ലതാണ്. മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം. അത് പാകത്തിന് ചീസൊക്കെ മെൽറ്റായി സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങി. ഇതുപോലെ ഒന്ന് വെട്ടി നോക്കുമ്പോൾ അതിങ്ങനെ ഫേം ആയിട്ടുണ്ടാവണം. അപ്പോൾ റെഡിയാണ്. അതുപോലെ കേക്ക് പാൻ ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി എളുപ്പമാണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ. സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് കമത്തി കൊടുക്കണം. അങ്ങനെ നമ്മുടെ മാക്കറോണി പോള റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചായയും കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു ഐറ്റമാണ്, ക്വിക്ക് ഐറ്റമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും. അതിൻ്റെ മസാലകളും രുചിക്കൂട്ടുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് മാറ്റങ്ങളും വരുത്താം. റെസിപ്പി ട്രൈ ചെയ്താൽ വിവരം അറിയിക്കണം. റെസിപ്പി സിമ്പിൾ അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.